വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ വെളിച്ചമുണ്ടായി. സൂര്യനും ചന്ദ്രനുമൊക്കെ അവൻ കൽപ്പിച്ചപ്പോൾ ഉണ്ടായി. ഒന്നും ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല, ഇന്നും ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. യോർദാൻ വിഭജിക്കുന്നതോ ചെങ്കടൽ വിഭജിക്കുന്നതോ ഒന്നും ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല, വളരെ നിസ്സാരമായ കാര്യമായിരുന്നു. എന്നാൽ വാത്സല്യ സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും മേലുള്ള മരണവിധിയെ തിരുത്തി നാശത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ഭാരമേറിയ ജോലിയായിരുന്നു. ആ യാഥാർത്ഥ്യം ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം. അതുകൊണ്ട് രക്ഷയെ ലാഘവത്തോടു കൂടെ കാണരുത്. അതുകൊണ്ട് എബ്രായലേഖനകാരൻ വിളിച്ചു പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊടിയും. ഇത്ര വലിയ രക്ഷ എന്ന് പറയുമ്പോൾ വലിപ്പം പറയാൻ പറ്റത്തില്ലാത്ത മാത്രം വലിപ്പമേറിയതായിരിക്കുന്ന രക്ഷ, അതിനെ ആരെങ്കിലും അവഗണിച്ചാൽ അവൻ ഒരിക്കലും തെറ്റിയൊടിയാൻ പറ്റത്തില്ല. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ സാധ്യമാകേണ്ടതിന്, ഈ രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് ശിക്ഷ? നരകം. അതാണ് ശിക്ഷ. നരകത്തിലുള്ള നിത്യമരണം, ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള വേർപാട്, അതാണ് നാശം, അതാണ് മരണം, അതാണ് സ്തോത്രം ദൈവം വിധിച്ചിരിക്കുന്ന പാപിക്കുള്ളതായിരിക്കുന്ന ശിക്ഷാവിധി. ആ ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതലിനാണ് രക്ഷ എന്ന് പറയുന്നത്. ആ രക്ഷ നമുക്ക് സാധ്യമാക്കി തരുന്നത് ദൈവത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നത് നാം മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗതസമന തോട്ടത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പം നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, അങ്ങ് വന്നത് തന്നെ ഈ പാനപാത്രം കുടിക്കാനായിരുന്നില്ലേ? അങ്ങ് തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനുമാണ് വന്നത് എന്ന്. അങ്ങ് തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, പാപികളുടെ കയ്യിൽ ഞാൻ അവിടെ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ പരിഹസിക്കും, കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് അങ്ങ് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതെല്ലാമായിട്ടും അങ്ങ് എന്താണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? അല്ല വാത്സല്യ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യേശു ശരിക്കും നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാടുപെട്ടത് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളുണ്ടോ? 1-2 മാസം മുമ്പ് എൻ്റെ ഇളയ മകനെ വിളിച്ചിട്ട് അവനൊരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ട് എന്നെ അവനിങ്ങനെ വചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു പുതിയ പോയിന്റ് കിട്ടുമ്പോൾ, ഒരു അർത്ഥം മനസ്സിലാകുമ്പോൾ ഉടനെ ഫോൺ ചെയ്യും. അപ്പോൾ ഫോൺ ചെയ്യുന്ന ഉടനെ മനസ്സിലാക്കണം എന്തോ വിശേഷപ്പെട്ട കാര്യം പറയാനുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡാഡിക്കറിയാവോ, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സർവശക്തനായ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായ കാര്യമുണ്ട്. അവനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, മോനെ, സർവശക്തനായ ദൈവത്തിന് ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇങ്ങനൊരു കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, അയ്യോ, ഡാഡിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിന് കള്ളം പറയാൻ പറ്റത്തില്ല. സർവശക്തനായ ദൈവത്തിന് പാപത്തെ സ്നേഹിക്കാൻ, പാപം ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, പാപത്തെ ഇഷ്ടപ്പെടാനും പറ്റത്തില്ല, പാപത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല, പാപവുമായിട്ട് സന്ധി ചെയ്യാൻ പറ്റത്തില്ല, പാപത്തിനെതിരെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അന്ന് പോട്ടെ, സാരമില്ല എന്ന് വയ്ക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. പാപത്തെ ദൈവം വെറുക്കുന്നു. ദൈവത്തിന് ഒരിക്കലും സന്ധി ചെയ്യാൻ പറ്റത്തില്ലാത്ത, വെറുതെ വിട്ടുകളയാൻ പറ്റത്തില്ലാത്ത, തള്ളിക്കളയാൻ പറ്റത്തില്ലാത്ത, ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലാത്ത പാപം, അതൊരു മനുഷ്യന്റെ അല്ല, മുഴുവൻ മനുഷ്യന്റെ. പ്രൈസ് ദി ലോർഡ്.
ഈ കള്ളം പറയുന്ന പാപം മാത്രമല്ല, മനുഷ്യൻ ചെയ്ത സകല അതിക്രമങ്ങളും അധമമായ, ഏറ്റവും അധമമായ, നമുക്ക് പോലും ഓക്കാനം വരുന്ന ഇങ്ങനെ ഒരു മനുഷ്യനാകാൻ പറ്റുമോ? ഇത്രയും ക്രൂരനാകാൻ പറ്റുമോ? ഇത്രയും അധപ്പതിക്കാൻ പറ്റുമോ? നീ മൃഗത്തെക്കാളും കഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന അത്ര വൃത്തികേടിന്റെ ആ പരമോന്നതമായ അവസ്ഥയിൽ അധപ്പതിച്ചു പോയതായിരിക്കുന്ന വ്യക്തിയുടെ പാപവും ഉൾക്കൊള്ളുന്ന ലോകത്തിന്റെ പാപത്തെയാണ് ഈ കുഞ്ഞാടിന് ചുമക്കേണ്ടിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഗതസമനയിൽ യേശു നമ്മുടെ എല്ലാവരുടെയും പാപമില്ലാത്ത പരിശുദ്ധന്റെ മേൽ പിതാവ് ചുമത്തുമ്പോൾ കർത്താവ് പറയാണ്, അരുത്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അവന് പറ്റുന്നില്ല. ആ പാപം അവരുടെ ഉള്ളിൽ നിന്ന് ഓക്കാനം വരികയാണ്. അവൻ ധർമ്മസങ്കടത്തിലാകുന്നു. അവന്റെ ഹൃദയം പൊട്ടുന്നു. രക്തം വിയർപ്പുതുള്ളി പോലെ വീഴുന്നു. എന്റെ യേശു കടന്നുപോയ ആ വെപ്രാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു പറയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ അവൻ വെറുത്തിരുന്ന പാപം, മനുഷ്യന്റെ മുഴുവൻ അധമങ്ങളും പാപവും, ആ പാപത്തിന് ദൈവം വിധിച്ച ശിക്ഷയും തൻ്റെ തോളിലേക്ക് എടുക്കുവാൻ അവൻ ദൈവസനയിൽ ഒരു കുഞ്ഞാടായി ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്തിന് ആ സ്നേഹത്തിന്റെ താല്പര്യമെന്ത്? ആ സ്നേഹത്തിന്റെ ഉദ്ദേശമെന്ത്? ആ സ്നേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? പിതാവ് വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. എന്റെ പുത്രൻ അലറി കഴിയുമ്പോ ഞാൻ അവന് ചെവി കൊടുക്കാതെ എന്തിനായിരുന്നറിയാമോ? ആരും നശിച്ചു പോകാതെ. ഈ മനുഷ്യകുലത്തിൽ പിറന്ന ആരും, ഏത് ജാതിയായിക്കൊള്ളട്ടെ, ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് ഭാഷയായിക്കൊള്ളട്ടെ, ഏത് അവസ്ഥയിലുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി സന്മാർഗിയോ ദുർമാർഗിയോ ആയിക്കൊള്ളട്ടെ, ലോകത്തിൽ നല്ലവനെന്നറിയപ്പെടുന്നവനോ ലോകത്തിലെ ഏറ്റവും തമ്മാടിയോ ആയിക്കൊള്ളട്ടെ, സ്വർഗം വിളിച്ചു പറയുന്നു, നീ നശിച്ചു പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടിയാണ് എന്റെ ഏകജാതനായ പുത്രനെ ആ കൽവറി കുലമരത്തിൽ ഞാൻ കൈവിട്ട് കളഞ്ഞത്. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, ഈ സ്നേഹം ഇനിയും മനസ്സിലായില്ല എന്ന് പറയരുതേ. ഈ സ്നേഹത്തെ അവഗണിക്കരുതേ. ഈ സ്നേഹത്തെ വിട്ട് ഓടിക്കളയരുതേ. ഈ കർത്താവ് എന്നോട്, നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നീ നശിച്ചു പോകരുത് എന്നതാണ്. സുവിശേഷത്തിന്റെ സന്ദേശം അതാണ്. എന്നാൽ ആ സുവിശേഷത്തിന്റെ കേന്ദ്ര സന്ദേശമായ, മുഖ്യ സന്ദേശമായ ആ സന്ദേശത്തെ പിശാച് അതിന്റെ തൽസ്ഥാനത്ത് നിന്നും മാറ്റം ചെയ്യേണ്ടതിന് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റായ സന്ദേശങ്ങൾ എന്ന യോഗങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നു. പാപിയുടെ മാനസാന്തരം അല്ലെന്ന് ഇവിടെ ലക്ഷ്യമിടുന്നത്.
ഇന്ന് നമുക്ക് വേണ്ടത് രോഗസൗഖ്യവും വിടുതലും, കടഭാരത്തു നിന്ന് വിടുതലും ഉദ്ധാരണവും ഒക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടഭാരത്തു നിന്ന് വിടുതലുണ്ടായി, എല്ലാം ഉണ്ടായി, ഉദ്ധാരണമുണ്ടായി, ജോലി കിട്ടി, ഉയർച്ച കിട്ടി, പ്രമോഷൻ കിട്ടി, ആരോഗ്യം കിട്ടി, ആയുസ് ദീർഘമാക്കി, എല്ലാമായി. ചോദ്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്താണ് പ്രയോജനമുള്ളത്? ഇന്ന് മനുഷ്യൻ കേൾക്കാൻ കൊതിക്കുന്ന വാഗ്ദത്തം ഈ ലോകത്തിലെ 2 ദിവസത്തെ ലോക ജീവിതത്തിന്റെ മായയായ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ്. ഇന്ന് വളരെ സങ്കടത്തോടുകൂടി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇനിയൊരു അവസരം എനിക്ക് വിളിച്ചു പറയാൻ ഉണ്ടായില്ല എങ്കിലും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട്, ദൈവമക്കളോട്, ദൈവസഭയോട്, മലങ്കരയിലുള്ള ക്രിസ്ത്യാനികളുടെ സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം സഭയിലേക്ക് മടങ്ങി വരട്ടെ. സുവിശേഷ പ്രസംഗം മടങ്ങി വരട്ടെ. മാനസാന്തര പ്രസംഗം മടങ്ങി വരട്ടെ. യേശുവിന്റെ ക്രൂശിനെ ഉയർത്തി കാണിക്കുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗകരെയാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കുരിശിന്റെ അർത്ഥം മനസ്സിലാക്കണം. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് ആ പാടുപെട്ടത് എന്തിനൊന്ന് മനസ്സിലാക്കണം. പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വാക്യമാണ്, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം കിട്ടി. ഈ സൗഖ്യം 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 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രോഗസൗഖ്യം മാത്രമേ മനുഷ്യന് മനസ്സിലാവൂ. ഞാൻ സാറിന് ആലോചന പറയാനുണ്ട്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന വാക്യം ശരിക്കും വ്യാഖ്യാനിച്ചത് അപ്പോസ്തലനായ പത്രോസാണ്. പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2:24 പറയുമ്പോൾ ആ വാക്യം ഉദ്ധരിച്ചിട്ട് പറയുന്നത്, പ്രൈസലോ, നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്ന അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളെടുത്ത് വായിച്ച് നോക്കിക്കോളൂ. അത് പറഞ്ഞിട്ട് പത്രോസ് പറയാണ്, നമ്മളൊക്കെ തെറ്റി ഉള്ളുന്ന ആടുകളായിരുന്നു, എന്നാൽ നമ്മുടെ ഇടയന് അധ്യക്ഷനുമായെങ്കിലേക്ക് നമ്മൾ അതിനിമിത്തം മടങ്ങി വരാനിടയാണ്. സൗഖ്യം ഉണ്ടാകേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ്, റിലേഷൻഷിപ്പിലാണ്. ഒത്തിരി പേര് ഇന്നും വിശ്വസിക്കുന്ന യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് രോഗികളെ സൗഖ്യമാക്കാനായിരുന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഇന്നും സൗഖ്യമാക്കും, ഇന്നും സൗഖ്യമാക്കും. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ധാരാളം അത്ഭുതങ്ങൾ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ സന്ദേശം മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ല. രോഗം സൗഖ്യമാക്കുന്ന കൊച്ചു കാര്യമാണ് കർത്താവിന്, എനിക്കല്ല, കർത്താവിന്. മുടന്തരെ നടത്തുന്ന കർത്താവിന് കൊച്ചു കാര്യമാണ്. പക്ഷേ ഒരു പാപിയെ രക്ഷിക്കുക, അത് കർത്താവ് പാടുപെട്ട കാര്യമാണ്. അതൊരു വലിയ കാര്യമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് 2-3 ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആ ഉപമകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 8-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ആ കുരുടൻ സൗഖ്യമായപ്പോൾ, കണ്ണു തുറന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ സ്വർഗത്തിന് സന്തോഷം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, എന്നാൽ അത്രയ്ക്കില്ലായിരുന്നു. അതെന്താ? കാരണം ഇന്ന് കണ്ണു തുറന്നു, ശരിയാ, പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ആ കണ്ണുകൾ അടയാനുള്ള കണ്ണുകളാണ്, എന്നേക്കുമായി അടയും. 38 വർഷം പക്ഷപാത രോഗത്താൽ കിടന്ന മനുഷ്യൻ സൗഖ്യമായപ്പോൾ, അല്ലെങ്കിൽ 4 ആള് ചുമന്നുകൊണ്ട് വന്ന ആ പക്ഷപാതി രോഗി സൗഖ്യമായപ്പോൾ, ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ സ്വർഗത്തിന് സന്തോഷമില്ലായിരുന്നു? ഉണ്ടായിരുന്നു, എന്നാൽ അത്രയ്ക്കില്ലായിരുന്നു. എന്താ കാരണം? ആ കാലുകളൊക്കെ നിശ്ചലമാകും 2 ദിവസം കഴിയും. കർത്താവ് 4-ാം ദിവസം ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അയ്യോ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷം. അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എന്തോ സന്തോഷം ഉണ്ടായിരുന്നു.
അപ്പോൾ സ്വർഗത്തിന് സന്തോഷമില്ലായിരുന്നു, ഉണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്കില്ലായിരുന്നു. കാരണം പിന്നെയും ലാസർ മരിക്കും. അതാ കർത്താവ് പറയുന്നു. എന്നാൽ ഒരു പാപി മനസ്സാന്തരപ്പെടുമ്പോൾ അവൻ നിത്യനാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. യേശു വന്നത് അതിനാണ്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ വന്നത് എന്തുദ്ദേശത്താലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഈ പാപമോചനമാണ്. സുന്ദരമെന്ന ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഈ ഭിക്ഷക്കാരന് വാസ്തവത്തിൽ എന്താ വേണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ ഓർത്തത് എനിക്ക് ഇത്തിരി പൈസ കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. വേണ്ടത് എന്താണെന്ന് അവൻ ചോദിച്ചില്ല. എന്നാൽ അവൻ ചോദിച്ചത് പണമായിരുന്നു. പത്രോസ് പറഞ്ഞു, നീ ചോദിക്കുന്നത് തരാനില്ല, എന്നാൽ നിനക്ക് തരാനൊന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കിട്ടിയാൽ ഇനി നീ ഇവിടെ ഇരിക്കേണ്ടി വരത്തില്ല. ഈ പണം കിട്ടിക്കൊണ്ടിരുന്നാൽ നീ എന്തുകൂടെ ഇരിക്കും? നിന്നെ കൊണ്ട് ഇരുത്തുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിലും അവർക്ക് പ്രയോജനം ഉണ്ടാകും. ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസനെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം വന്നു കണ്ടു. അപ്പോൾ എനിക്കൊരു സ്വതരാഴ്ച വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ സ്വതരാഴ്ച വാങ്ങാൻ വേണ്ടിയല്ല, കാണാൻ വേണ്ടിയാണ് വിളിച്ചത്. സ്വതരാഴ്ച അങ്ങ് കൈ വെച്ചേക്ക് കാണാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, സ്വതരാഴ്ച വാങ്ങിയ എനിക്ക് അനുഗ്രഹം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അനുഗ്രഹം ആകത്തില്ല, എനിക്ക് അനുഗ്രഹം. വാങ്ങുന്നയാൾക്ക് അനുഗ്രഹം. നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെല്ലാം ഭൗതിക ചിന്തകളിലാണ്, ഭൗതിക ലാഭത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. സുവിശേഷ രംഗം അധപ്പതിച്ചത് അതിനാലാണ്. എന്നാൽ ഇന്ന് രാത്രി ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ പൗലോസ്മാർ എഴുന്നേൽക്കണം, ബർന്നബാസന്മാർ എഴുന്നേൽക്കണം, അനനിയാസ് എഴുന്നേൽക്കണം, തബീരമാർ എഴുന്നേൽക്കണം, പത്രോസ്മാർ എഴുന്നേൽക്കണം. സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുത്ത വിശുദ്ധന്മാരുടെ നിരയാണ് ഇവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്, ഇവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധിക്കല്ല, ഹല്ലേലൂയ, ലാഭത്തിനല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കൾ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് ആത്മഭാരത്തോടുകൂടെ കരയുന്ന, മധ്യസ്ഥത ചെയ്യുന്ന, കണ്ണുനീരോട് നിലവിളിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ഈ 4 ദിവസത്തെ സുവിശേഷ യോഗങ്ങൾ ശരിയായ ദിശയിൽ നയിക്കപ്പെടട്ടെ. ഇവിടെ മാനസാന്തരത്തിന്റെ സന്ദേശം മുടങ്ങട്ടെ. ലോകത്തിലേക്കും ഭൗതിക ചിന്തകളിലേക്കും നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്ന, അതിനകത്ത് നിങ്ങളെ കുഴിച്ചിടുന്ന, തളച്ചിടുന്ന സന്ദേശങ്ങൾ വരാതിരിക്കട്ടെ. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തിനാ ദൈവം നമ്മളെ സ്നേഹിച്ചത്? നാം നശിച്ചു പോകാതെ ഇരിക്കാൻ. ഇത്രയും സ്നേഹിച്ചിട്ട്, ഇത്രയും എല്ലാം ചെയ്തിട്ട് ഇനിയും ജനം നശിച്ചു പോയാൽ എത്ര കഷ്ടമായിരിക്കും പ്രിയപ്പെട്ടവരെ. ഞാൻ അവസാനത്തിൽ പോയിട്ട് പറഞ്ഞു ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല. ആരെ സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? ലോകത്തെ സ്നേഹിച്ചു. എത്രത്തോളം സ്നേഹിച്ചു? തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കണം സ്നേഹിച്ചു. എന്തിനു സ്നേഹിച്ചു? നമ്മളാരും നിത്യ നരകത്തിൽ പോയി നശിച്ചു പോകാതെ നിത്യജീവന്റെ അവകാശികളാകാൻ അവൻ നമ്മളെ സ്നേഹിച്ചു. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ നിത്യത മുഴുവൻ വാഴുവാനും തൻ്റെ മക്കളായി തന്നോട് ഒരുമിച്ച് വാഴുവാൻ, ദൈവത്തിനുള്ള സകലത്തിൻ്റെയും പങ്കാളികളായി, അവകാശികളായി, അതെല്ലാം അനുഭവിച്ച് അവനോട് കൂടെ വാഴുവാൻ നൽകപ്പെടുന്ന ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. 2 ദിവസം അനുഗ്രഹിക്കുന്ന ദൈവമല്ല, നിത്യത മുഴുവൻ നമ്മളെ അനുഗ്രഹിച്ച
നിത്യതയുടെ മുഴുവൻ സൗഭാഗ്യങ്ങളും നമുക്ക് നൽകി തരുന്നവനാണ് സ്നേഹവാനായ ദൈവം. ഇന്ന് നമ്മുടെ ആവശ്യത്തിനും ആ ദൈവം മതിയായവൻ തന്നെ, യാതൊരു സംശയവുമില്ല. അവസാനത്തെ പറയട്ടെ, ഈ സ്നേഹം ആർക്കാണ് അനുഭവിക്കാൻ കഴിയുന്നത്? ഈ സ്നേഹം ആർക്കാണ് അനുഭവിക്കാൻ കഴിയുന്നത്? ആ വാക്യം തന്നെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ. ഇവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല. മാറ്റി നിർത്തണമെങ്കിൽ അവരവർക്ക് മാറ്റി നിർത്താൻ പറ്റും. ഏവനും അപ്പോൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അവിടെ മതമോ ജാതിയോ ഭാഷയോ വർണ്ണമോ സമൂഹത്തിലുള്ള നമ്മുടെ നിലവാരമോ ഒന്നും അവിടെ ഒരു പ്രതിബന്ധമല്ല. ഒന്നും ആരെയും മാറ്റി നിർത്തുന്നില്ല. ഈ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ പകരപ്പെടുന്ന സ്നേഹമാണ്. അതിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ അവൻ മാത്രമാണ് മാറി നിൽക്കുന്നവൻ. എന്നാൽ വിശ്വസിക്കുന്ന ഏവനും ഇത് അനുഭവിക്കാൻ കഴിയും. ആർക്കിത് അനുഭവിക്കാൻ കഴിയും? വിശ്വസിക്കുന്നവൻ അനുഭവിക്കാൻ കഴിയും. അത് വിശുദ്ധീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാനിവിടെ അതിന് ഒരുമ്പെടുമെന്നില്ല. ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ വിശ്വാസം ആവില്ല. വിശ്വാസം എന്നത് വാസ്തവമായും എൻ്റെ പ്രിയപ്പെട്ടവരെ അനുസരണമാണ്. അത് ആ സ്നേഹം നമ്മളെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ തന്നുകൊണ്ടാണെങ്കിൽ ആ പുത്രനെ സ്വീകരിക്കാൻ തക്കോണം നമ്മെ തന്നെ കൊടുക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ മുഴുവനായി തുറക്കുന്നതാണ്, സ്വീകരിക്കുന്നതാണ്, നമ്മളിലേക്ക് അവനെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ പ്രധാന വശം എന്ന് പറയുന്ന അനുസരണമാണ്. ഇന്ന് അച്ഛനും പ്രത്യേകിച്ച് ഓർപ്പിച്ചൊരു കാര്യമാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അനുസരണമാണ്. അനുസരണക്കേട് കൊണ്ടാണ് പാപികളായത്. അതുകൊണ്ട് അനുസരണത്താലാണ് ദൈവപുത്രൻ അതിന് പരിഹാരം വരുത്തിയത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, ഏകന്റെ ലംഘനത്താലാണ് പാപികളായത്. അതേ വാക്യങ്ങൾ താഴോട്ട് വിവരിച്ച് പറയുമ്പോൾ ഏകന്റെ അനുസരണത്താൽ നമ്മൾ നീതിമാന്മാരായി. അനുസരണക്കേടിന്റെ പ്രതിവിധി അനുസരണം മാത്രമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അങ്ങനെ ഏകന്റെ അനുസരണം, ആ ഏകന്റെ അനുസരണത്താൽ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന രക്ഷ നമ്മൾ പ്രാപിക്കേണ്ടതും അനുസരണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അനുസരണത്താലാണ്. യോഹന്നാന്റെ സുവിശേഷം 3:36 വാക്യം, അതായത് അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 അവസാനത്തെ വാക്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പിന്നെ പുത്രനെ വിശ്വസിക്കാത്തവന് എന്നതിന് പകരം പുത്രനെ അനുസരിക്കാത്തവന്. എല്ലാവരും പറഞ്ഞേ, അനുസരിക്കാത്തവൻ. അപ്പോൾ വിശ്വസിക്കാത്തവന്റെ വേറൊരു പേരാണ് എന്ത്? അനുസരിക്കാത്തവൻ. അപ്പോൾ വിശ്വസിക്കുന്നവന്റെ വേറൊരു പേരെന്താ? അനുസരിക്കുന്നു. അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ പോരാ. കർത്താവ് ഇത് വേറെയും വിശദമാക്കിയിട്ടുണ്ട്. മത്തായി 7-ാം അധ്യായത്തിനകത്ത് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, പിന്നെ ആരാ? അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അനുസരണം. അതിനാണ് അനുസരണം എന്ന് പറയുന്നത്. അവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വീണ്ടും ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫില് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് ആളുകളോട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്താ? അതൊരു വിരോധാഭാസമാണെന്നാണ് കർത്താവ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നൊന്നും എന്ത് ചെയ്യത്തില്ല, അനുസരിക്കും. പള്ളിയിൽ വന്ന് ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര പാട്ടും ഭയങ്കര ആട്ടവും ഭയങ്കര തുള്ളലും എല്ലാമാണ്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഇത് ഒരു നേർച്ചയ്ക്കായിട്ട് വായിക്കുന്നതല്ലാതെ ഇത് അകത്തോട്ട് ഇറങ്ങുന്നില്ല, ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. അനുസരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ ജ്ഞാനം ഉണ്ടാക്കുക, തലയിൽ കുറെ ജ്ഞാനം പെരുപ്പിച്ച് വെക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഈ വചനം അനുസരിക്കുന്നതിനെ കുറിച്ച് ആരും ഗൗരവമുള്ളവരല്ല.
അതാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയിരിക്കുന്ന പിഴവ്, ഏറ്റവും വലിയ അധപ്പതനം എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മടങ്ങി വരണം, അനുസരണത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരണം. അനുസരിച്ചെങ്കിൽ മാത്രമേ വിശ്വാസമാകുന്നുള്ളൂ. അതിനോട് വചനം പറയുന്നു, മർക്കോസ് 16:16 യേശു പറയുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസത്തോടൊപ്പം ആ ഒരു സമർപ്പണമാണ് സ്നാനത്താൽ സംഭവിക്കുന്നത്. ഏൽപ്പിച്ചു കൊടുക്കലാണ്. ദൈവവചനം അനുസരിക്കാനുള്ള അനുസരണത്തിന്റെ ആദ്യത്തെ ചുവടാണത്. അനുസരണക്കേടിനാൽ പാപികളായിരുന്ന നമ്മുടെ ആ ദുർമനസാക്ഷി നീങ്ങി നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ, അനുസരണത്തിന്റെ ആദ്യത്തെ ചുവടാണത്. അനുസരണത്തിന്റെ ആ ചുവട് വെച്ച് കഴിഞ്ഞെന്നാൽ യേശു കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. മത്തായി 28:19 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പോയി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും, പിന്നെ പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല മനുഷ്യരെയും സകല ജാതിക്കാരെയും ശിഷ്യരാക്കി. എങ്ങനെ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിക്കണം. ഉപദേശിച്ചാൽ പോരാ, കർത്താവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ നമ്പർ ഇട്ട് പഠിപ്പിച്ചാൽ പോരാ, മനപ്പാഠം പഠിപ്പിച്ചാൽ പോരാ, മനപ്പാഠം എഴുതിച്ചാൽ പോരാ, അത് അവർ പ്രമാണിക്കാൻ പഠിപ്പിക്കണം. ആ പ്രമാണിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ പ്രമാണിച്ച് കാണിക്കണം. സ്തോത്രം. ക്രിസ്തീയ ജീവിതം അനുസരണത്തിന്റെ ജീവിതമാണ്. എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ആർക്കാണ് ഈ പിതാവിൻ്റെ സ്നേഹം, അതുല്യമായ സ്നേഹം, ഈ അത്ഭുതമായ സ്നേഹം, ഈ അവർണ്ണനീയമായ സ്നേഹം ആർക്കാണ് കൂടുതൽ ഉൾക്കൊള്ളുവാൻ കഴിയുക? പ്രൈസ് ദി ലോർഡ്. പുത്രനെ അനുസരിക്കുന്നവർക്ക്, അവൻ്റെ വചനം അനുസരിക്കുന്നവർക്ക്, ആ പുത്രന്റെ വചനങ്ങൾ, കൽപ്പനകൾ ഏറ്റെടുത്ത് അനുസരിച്ച് മുന്നേറുവാൻ തുടങ്ങുമ്പോൾ ആ അനുസരണത്തിൻ്റെ ഓരോ ചുവടുകളിലും സ്നേഹത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ഉയരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അനുസരണത്തിൻ്റെ ഓരോ ചുവടുകളിലും ദൈവസ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആ അനുസരണത്തിൻ്റെ ഓരോ ചുവടുകളിലും ദൈവസ്നേഹത്തിൻ്റെ വീതി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. അങ്ങനെ എത്രത്തോളം അനുസരണത്തിൽ വളരുമോ അത്രത്തോളം സ്നേഹത്തിൽ വളരും. യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. കൽപ്പനകൾ പ്രമാണിക്കാത്ത സ്നേഹം സ്നേഹമല്ല. സ്നേഹത്തിൽ അനുസരണമുണ്ട്. അനുസരണമില്ലാത്ത വിശ്വാസമല്ല. അനുസരണം കൂടാതെ സ്നേഹം അനുഭവിക്കാനും കഴിയുന്നതല്ല. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധി